അതൊരു കലയാ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈസ് മീഡിയ. നല്ല അടിപൊളി കാറ്റൊക്കെ ഉണ്ടില്ലേ? വേണ്ട, നമ്മുടെ ടെസ്സയായിട്ട് ഞങ്ങൾ പ്രോജസ്ട്രോൺ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇന്ന് ഈവനിങ്ങോ അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ടെസ്റ്റ് റിസൾട്ടിൽ ആവശ്യത്തിനൊക്കെ പ്രൊജസ്ട്രോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിന്നൊരു യാത്ര പോവുക. ചെറിയ രോമം കൊഴിച്ചിലൊക്കെ ഉണ്ട്, അല്ലാതെ ആൾ സുന്ദരിയായിട്ടിരിക്കുമല്ലേ? സുന്ദരിയായിട്ടിരിക്കും. എനിക്ക് ഒരു കള്ളച്ചിരിയൊക്കെ ഉണ്ട്, കണ്ട ഒരു കള്ളച്ചിരിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ വണ്ടിയിലോട്ട് കയറാം. ഇഞ്ഞു പാടി ഇതാ ഇവിടെ അടി ഡോറ്, കയറിക്കോ. മീറ്റിങ്ങിന് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴേ അവർ കാറിൽ കയറി ഇരിക്കാൻ തുടങ്ങിയതാ. വലിയ സന്തോഷമായിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വയലൻസ് ആയിരിക്കും. എന്തേടാ കേൾക്കാത്തത്? മുകളിൽ കയറ്റാൻ പറ്റുമോ അതോ താഴെ തന്നെ? മുകളിൽ കയറ്റാം. നമ്മൾ ഇപ്പം നിൽക്കുന്നത് പെറ്റ്ലാൻഡ് വെറ്റിനറി ക്ലിനിക്കാണ്. ഇത് തേവലക്കരയല്ലേ? കറക്റ്റ് സ്ഥലം തേവലക്കരയല്ലേ? തേവലക്കരയാണ് സ്ഥലം. നമുക്ക് പ്രോജസ്ട്രോൺ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പം ഇത് തുടങ്ങിയിട്ട് ഡോക്ടർ കൂടി വന്ന് നിൽക്കാവോ? കടിക്കത്തില്ല, ഞാൻ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് തുടങ്ങിയിട്ട് 2 ആഴ്ച ആയതേ ഉള്ളൂ. 2 മാസമായിട്ടേ ഉള്ളൂ. അടിപൊളി ക്ലിനിക്കാണ്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഞാൻ എൻ്റെ ഫോട്ടോസ് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴാണ് കണ്ടത് കേട്ടോ. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാതെ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ അസുഖങ്ങളൊന്നും സ്പ്രെഡ് ആകാതിരിക്കാനായിട്ട്. ഇവിടെ ഓരോ ഡോഗ് വന്നിട്ട് പോകുമ്പോഴും ഇതെല്ലാം അടിച്ചിട്ട് അടിപൊളിയായിട്ട് ക്ലീൻ ആക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് വന്നതെന്ന് പറയുന്നത്. ഞാൻ മിക്കവാറും എല്ലാ വീഡിയോസിലും അത് പറയാറുണ്ട്. കാരണം മിക്കവാറും എല്ലാ അസുഖവും ഹോസ്പിറ്റലിൽ നിന്ന് സ്പ്രെഡ് ആവുന്ന കണ്ടിട്ടേ. ഹോസ്പിറ്റലിൽ ഗ്രൂമിംഗ് സെന്റർ അല്ലേ? കുറെ അസുഖങ്ങൾ യാട്രോജനിക് ആണ്, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇനി നമ്മൾ ഇയാളെ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ മേളിൽ കയറ്റണോ? അയാളെ മേളിൽ കയറ്റുവാണെങ്കിൽ നമുക്ക് ബാക്ക് ലെഗിൽ നിന്നാണ്. നമുക്ക് 2 സ്ഥലമാണ് വെയിൻ എടുക്കുന്നത്. ഒന്ന് സഫീനസ്, സെഫാലിക് വെയിൻ എന്ന് പറയുന്നത് ഫോർ ലിംബിലാണ്, സഫീനസ് എന്ന് പറയുന്നത് ബാക്ക് ലിംബിലാണ്. അപ്പം കുറച്ച് ഇയാള് അഗ്രസീവ് ആണെന്ന് തോന്നുന്നില്ല, എന്നാലും അത്രയ്ക്ക് അഗ്രസീവ് അല്ല. പക്ഷെ പുള്ളിക്കാരിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. നമ്മളൊരു ഇച്ചിരി സമയം ഒന്ന് കൊടുക്കുമ്പോൾ ട്രീറ്റ് ഒന്നും എടുക്കാത്തെന്ന് പറയുന്നത് ടെൻഷൻ കാരണം. അല്ലെങ്കിൽ ഇതൊക്കെ അന്നേരം കടിച്ച് കഴിക്കുന്നതാ. നമുക്ക് സഫീനസ് വെയിനിൽ നിന്ന് എടുക്കാം, അതായത് ബാക്ക് ലിംബിൽ നിന്ന് എടുക്കാം. അപ്പം ഇയാളെ കയറ്റി കിടത്തിയാൽ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാസ്ക് ഇടാം. മാസ്ക് ഇവിടെ ഉണ്ട് കേട്ടോ, മാസ്ക്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോണ്ട് അത് ഇടുന്നതേ ഉള്ളൂ. അല്ലാതെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന മാസ്ക് ഒക്കെ ഇവിടെ ഉണ്ട്. ടെസ്സ നമ്മളോട്ടൊക്കെ കമ്പനി ആവുന്ന പ്രകൃതമാണോ? തീർച്ചയായിട്ടും കമ്പനി ആവും. ഇത് ഒന്ന് ഇരിക്കാവോ? അവിടെ ഇരുന്നാ മതി. മണപ്പിച്ചോട്ടെ. ഗുഡ് കേൾ. ഇച്ചിരി ഒരു 2 മിനിറ്റ് ഒന്ന് മണപ്പിച്ചോട്ടെ, അത് കഴിയുമ്പോ ഇങ്ങ് വരും. വാ, ഗുഡ് കേൾ. ഇതിന്റെ മേളിൽ അറിയാം, ഇതിന്റെ മേളിൽ കയറണമെന്ന്. ഹോസ്പിറ്റലൊന്നും പോയിട്ടില്ല, വീഡിയോയിലൊക്കെ കണ്ടായിരിക്കും. ഡോക്ടർ, ഈ പ്രോജസ്ട്രോൺ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഒരു സയന്റിഫിക് എന്താണ് എന്ന് വെച്ചാൽ, ശരിക്കും നമ്മള് മേറ്റിംഗ് ഡേറ്റ്, അതായത് ഏത് ഡേറ്റിൽ മേറ്റ് ചെയ്യണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊജസ്ട്രോൺ ചെക്ക് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ പ്രൊജസ്ട്രോണിനേക്കാൾ കൂടുതൽ വജൈനൽ സൈറ്റോളജി, എക്സ്ഫോളിയേറ്റീവ് വജൈനൽ സൈറ്റോളജി എടുത്തിട്ട് ജസ്റ്റ് നമ്പർ ഓഫ് സെൽസ് നോക്കിയിട്ട് അത് ആയിട്ട് വേണം പ്രൊജസ്ട്രോണുമായിട്ട് കോറിലേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ശരിക്കും രണ്ടും കൂടെ കാര്യമില്ല, രണ്ടും കൂടെ എടുത്തിട്ട് വേണം നമ്മളത് ആ 2 വാല്യൂസും കൂടെ നമ്മൾ കോറിലേറ്റ് ചെയ്തിട്ട് വേണം ശരിക്കും ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ട്. ബ്ലീഡിങ് പൊതുവെ കുറവാണ്. പിന്നെ 1-2 ഡ്രോപ്പ് വരുമ്പോൾ തന്നെ ഇദ്ദേഹം നക്കി എടുക്കുകയും ചെയ്യണം. നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റത്തില്ല എത്രയും ബ്ലീഡിങ് ഉണ്ടെന്ന്.
കഴിഞ്ഞ പ്രാവശ്യവും ബ്ലീഡിങ് വളരെ കുറവായിരുന്നു, നമുക്ക് വീട്ടിനകത്തെ കിടത്തിയാൽ തന്നെ ക്ലീൻ ആയിരുന്നു. ഇന്നലെ രാവിലെ ബ്ലീഡിങ് കണ്ടു, ശേഷം നടന്നു പോകുമ്പോഴൊക്കെ തുള്ളിയായിട്ട് വീഴുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ ബ്ലീഡിങ് കണ്ടില്ല. ക്ലീൻ ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. നോർമലി നമ്മളൊരു 9 days ആണ് പ്രോഈസ്ട്രൽ പീരീഡ് പറയുന്നത്. പ്രോഈസ്ട്രൽ പീരീഡിലാണ് ശരിക്കും ഈ ബ്ലീഡിങ് കാണിക്കുന്നത്. ആ സമയത്താണ് ഈ ബ്ലീഡിങ് എന്നുള്ള 9 ദിവസമാണ് ശരിക്കും നമ്മൾ ആ ഒരു പ്രോഈസ്ട്രൽ പീരീഡ്. അത് കഴിഞ്ഞിട്ടുള്ള പീരീഡിലാണ് നമ്മൾ ഈസ്ട്രസ് വരുന്നത്. ഈസ്ട്രസ് 2 days കഴിഞ്ഞ് LSRJ കഴിഞ്ഞിട്ടാണ് ഓവുലേഷൻ ഒക്കെ നടക്കുന്നത്. ആ സമയത്ത് വേണം ശരിക്കും നമ്മൾ മെയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പം നമ്മൾ ഈ ശരിക്കും ഒരു ഏകദേശം നമ്മൾ പണ്ട് കുറച്ച് നാൾ മുന്നേ വരെ നമ്മൾ ഒരു ടെൻഡേറ്റീവ് ടൈം ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് 11th and 13th ഡേ, അതായത് ബ്ലീഡിങ് തുടങ്ങിയിട്ട് 11ാമത്തെ ദിവസം 13ാമത്തെ ദിവസം മെയ്റ്റ് ചെയ്യിക്കുമ്പോഴാണ് ഇതാവുന്ന കൺസീവ് ആവുന്നതെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഈ പ്രൊജസ്ട്രോൺ ടെസ്റ്റിങ്ങും എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി ഒക്കെ വന്നു തുടങ്ങി. ഈ വാലൊക്കെ ചരിച്ചിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന റിസീവ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ളത്. വെളിയിലാണ് പേര് വിളിച്ചിരുന്നു. ഇല്ല ഒന്നും ചെയ്തില്ല. പറയാൻ പറ്റത്തില്ല, ചുമ്മാ അവൾ ഷോയാ. മണപ്പിക്കും അത്രേ ഉള്ളൂ. ഇല്ല ഒന്നും ചെയ്യത്തില്ല. നമുക്ക് ആദ്യം ബ്ലഡ് എടുക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് വജൈന സൈറ്റോളജിക്ക് വേണ്ടിയിട്ടുള്ള സാമ്പിൾ ഞാൻ പിടിച്ചു തരേണ്ടി വരുമല്ലോ എന്തായാലും. അതെ. ഇതിപ്പോ ഇയാള് നെർവസ് ആണ് ഒത്തിരി, അതാണ് ഞാനൊന്ന് ഡിലേ ഇട്ട് കൊടുക്കുന്നത്. അല്ല, ഒരു കണക്കിന് അത് നല്ലതാണ്, ഒരു അക്ലിമറ്റൈസേഷൻ പീരീഡ് കൊടുക്കുന്നത്. നമുക്ക് ആക്ച്വലി ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ഒരു സോഷ്യലൈസേഷന് ടൈം കിട്ടിയിട്ടില്ല. വീട്ടിൽ വന്ന ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കുവാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ അതും കൂടെ നടക്കുമല്ലോ എന്ന് വിചാരിച്ചു. കാരണോ തട്ടിമറിച്ചിടുവോ? സ്പിരിറ്റ് കുടിക്കായിരുന്നു, തട്ടിമറിച്ചാലും അത് നമുക്ക് സഹിക്കാം. ഇനി അവിടെ ഒന്ന് സെറ്റ് ആവട്ടെ. ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. മണപ്പിച്ചോട്ടെ. എന്റെ ഉടുപ്പിലും ഇതിലും മൊത്തം ഡോഗ്സിന്റെ കാറ്റ്സിന്റെ സ്മെല്ലായിരിക്കും. ഇല്ല ഓക്കെ ആയി. ടെസ്സ വേണ്ട വിട്ടാരെ. ടെസ്സ നക്കുവാ. സ്നേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്നേഹം അല്ല, ഇത് വേറെ കറിയാണ്. ദേഷിച്ചല്ല. ഞാൻ ഇവിടുന്നാണ് എടുക്കുന്നത്, ഇവിടുന്നാണ് നമ്മൾ വെയിൻ എടുക്കുന്നത്. ഇങ്ങനെ എന്നാ മതിയോ? മതി. ഓക്കെ. ടെസ്സ ബാ. സൈഡ് മാറണോ? അപ്പുറത്ത് നിർത്താം. കയ്യിൽ നിന്ന് എടുത്താലും മതി, കയ്യിൽ നിന്ന് എടുക്കാൻ വേണമെങ്കിൽ. കയ്യിൽ പാടായിരിക്കത്തില്ലേ? രണ്ടായാലും കുഴപ്പമില്ല. നമുക്ക് കുറച്ചും കൂടെ പിടിക്കണം, കുറച്ച് നല്ലതായിട്ടേ പിടിക്കണം. കാരണം നമ്മള് വെയിനിൽ എന്തോലും പ്രിക്ക് ചെയ്യുമ്പോ അയാൾക്ക് വേദന എടുക്കും. ഓക്കെ അടങ്ങിയില്ലേ? ആ സിസേഴ്സ് ഇങ്ങ് എടുത്തേക്കാവോ? എന്നിട്ട് ആ സ്കാൽപ്പേനും കൂടെ പിടിച്ചോണേ. അവള് ടച്ച് ചെയ്യാൻ സമ്മതിക്കുമ്പോ തന്നെ അവള് അക്സെപ്റ്റ് ചെയ്തു എന്നാണ് അർത്ഥം. ആദ്യമായിട്ട് ഹോസ്പിറ്റലാണ്, ടൂറ് പോകുന്നത് പോലെയാണ്. അയ്യോ ഇരിക്കരുത്, ഇരുന്നാ പോയി. എഴുന്നേറ്റ് നിങ്ങൾ സ്പിരിറ്റ് സാബ് ചെയ്യണം. വേഗം കണ്ടുപിടിച്ചിട്ട് എടുക്കണം അല്ലേ? ഇതൊരു ഇച്ചിരി സ്ലോ ചെയ്യണ്ടേ അല്ലേ? പെട്ടെന്ന് പോയി പെട്ടെന്ന് എടുക്കാൻ അറിഞ്ഞൂടാങ്കിൽ ഞാനൊന്ന് അറിയാമെങ്കിൽ ശ്രമിച്ചേനെ. അതൊക്കെ ഡോക്ടർ ചെയ്യേണ്ട ജോലി ഡോക്ടറും. അതെ എല്ലാരും ഇപ്പൊ സ്വയം ചികിത്സയാണ്. സ്വയം ചികിത്സ ഏറ്റവും കുളമായിട്ട് അവസാനം കൊണ്ടുവരും. ഡോക്ടറെ ശരിയാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബലം കിട്ടുന്നില്ല. ടെൻഷൻ അടിച്ചിരിക്കുക. ടെൻഷൻ കുറഞ്ഞു കേട്ടോ. എന്തോ അമ്മയ്ക്ക്
ഇങ്ങോട്ട് കിടക്കടി. അത് ദേഷ്യപ്പെട്ടല്ലേ? ഞാൻ കിടത്താം. ഇഷ്ടപ്പെടത്തില്ല. ഓക്കെ, എഴുന്നേക്ക്. ഓക്കെ, ഡൗൺ ഡൗൺ ഡൗൺ. ചരിച്ചിങ്ങനെ, മനസ്സിലായില്ലേ? മനസ്സിലായി. ഡൗൺ ഡൗൺ. ഇങ്ങനെ തിരിക്കണം, അങ്ങോട്ട് ഇങ്ങോട്ട് കാല് രണ്ടും ഇങ്ങോട്ട്. ഓക്കെ. ട്രീറ്റ്സ് കഴിക്കുന്നില്ലല്ലേ? ടെൻഷൻ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാസ്ക് ഇടാം. മാസ്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രണ്ടിലത്തെ കയ്യിൽ നിന്ന് എടുക്കാം. ശ്രമിച്ചു നോക്കിയിട്ട് ടെസ്റ്റ് അടങ്ങിയിരിക്കുന്നില്ല കേട്ടോ, ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് മാസ്ക് ഇടുവാണ്. ഇത് ടെസ്റ്റൊക്കെ വേണ്ടി വാങ്ങിച്ച മാസ്ക് ആണോ? ഇത് ഇപ്പം നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ, കിതയ്ക്കുന്നുണ്ടോ? പേടിച്ചു പോയി കേട്ടോ. ടെസ്സാ കിട്ടിയോ? ഓ, അതൊരു കലയാ കേട്ടോ. എവിടുന്നേലും ഒക്കെ എടുത്തിട്ടല്ലേ? സത്യസന്ധമായിട്ട് അതൊരു കലയാ. ഇതൊരു കലയാണ് കമലേ. കലയൊന്നും അല്ല ഇത്. അല്ല, ചിലർ ഒത്തിരി കുത്തുകുത്തുന്നതാണ്, അതുകൊണ്ടിട്ട്. ഞാൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നൊന്നില്ല കേട്ടോ. നോവത്തൊന്നുമില്ല. പിന്നെ നമുക്കാണ് വന്നത്. നമുക്കിത് കാണുമ്പോൾ ഒരു വൈക്ലഭ്യം. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചോണേ. ഇനി നമ്മൾ വജൈനൽ സൈറ്റോളജിക്ക് വേണ്ടിയിട്ട് സ്റ്റെറൈൽ സ്വാബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇരുന്ന് കൊള്ളാം, നല്ല ആളാ. എഴുന്നേറ്റ് വന്നാൽ മതിയല്ല. എണീക്കടാ. അത് ഇയാൾക്ക് ഇതേണ്ടത് കണ്ട ചോരയായിരുന്നു തോന്നുന്നു കയ്യിൽ. എൻ്റെ ലെഫ്റ്റ്. ഞാൻ പൊക്കി തരാം. ബ്ലഡ് ഉണ്ടായിരുന്നു. ബ്ലഡ് ഉണ്ട്. അപ്പൊ പിന്നെ ഇത് ഇത്ര മതിയോ? ഇതിങ്ങനെ ആക്കുകയോ ചെയ്യുന്നത്. ടെസ്സ, എന്നോട് ക്ഷമിക്കൂ. നിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടല്ലേ. നിനക്കൊരു ഇണയെ ഒപ്പിക്കാൻ വേണ്ടിട്ടല്ലേ. മറ്റവനെ അവിടെ കിടക്കപ്പുറത്ത് കൊടുക്കത്തില്ല. ഇയാള് അത്യാവശ്യം അക്സെപ്റ്റ് ചെയ്യുന്ന അയാളുടെ അടുത്ത് പോയി അയാളെ കറക്കി എടുത്തോണ്ടിരിക്കുവാണ്. ആദ്യത്തെ 2-3 ദിവസം ഇപ്പൊ തുടങ്ങിയില്ല. ഇനി ഒരു 2-3 ദിവസം കഴിഞ്ഞ വട്ടതേ ടെസ്സല്ലേ ഇയാൾക്കാണ് ഇൻട്രസ്റ്റ് കൂടുതൽ. അത് പിന്നെ എല്ലാ മെയിലിന്റെ അടുത്ത് പറ്റുമോന്ന് അറിഞ്ഞുകൂടാ. എന്നാലും 1.5 വയസ്സല്ലേ? അല്പം ഒന്ന് യുദ്ധം പിടിച്ചെങ്കിലും ടെസ്സയുടെ ബ്ലഡ് എടുത്തതെന്ന് പറയുന്നത് ബാക്കിലത്തെ കാലിലെ വെയിനിൽ നിന്നാണ് എടുത്തത്. നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഡോക്ടർ പക്ഷേ വളരെ ഈസി ആയിട്ട് എടുത്തു. പിന്നെ വജൈനയെന്ന് സ്വാബ് എടുത്തിട്ടുണ്ട്. സ്വാബ് എടുത്തിട്ട് ഇത് രണ്ടും കൂടെ ടെസ്റ്റ് ചെയ്യുക. അതല്ലേ രണ്ടും കൂടെ കോറിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫൈനൽ റിസൾട്ട് എത്തിക്കുന്നത്. ഏത് ഡേറ്റിൽ മേറ്റ് ചെയ്യിക്കാന്ന് 2 ഡേറ്റ്സ് നമ്മൾ ശരിക്കും എടുക്കാറുണ്ട്. ആൾട്ടർനേറ്റ് ഡേയ്സിൽ പ്രൊജസ്ട്രോണിന്റെ വാല്യൂ എബോവ് 4 ആണ് നമ്മൾ ഒരു റിലയബിൾ വാല്യൂ ആയിട്ട് പറയുന്നത്. എബോവ് 4 ആണ് ശരിക്കും മേറ്റിംഗ് ഓവുലേഷന്റെ ആ ഒരു ടൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഈ സ്വാബിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ്? സെൽസ്, അതായത് ഈ കെരാറ്റിനൈസ്ഡ് സെൽസ്, സൂപ്പർഫിഷ്യൽ സെൽസ്, ഇന്റർമീഡിയറ്റ് സെൽസ്, അങ്ങനെ ബേസൽ സെൽസ്, അങ്ങനെ കുറെ സെൽസ് ഉണ്ട്. അപ്പം എബോ 80%, അതായത് നമ്മുടെ ഈ കെരാറ്റിനൈസ്ഡ് സെൽസ് എബോ 80% ഉണ്ടെങ്കിലാണ് നമ്മൾ കറക്റ്റ് ആ ഒരു ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ സ്ട്രെസ് എന്ന് പറയുന്ന ആ സമയം ആ എബോ 80% വരുന്നതാണ്. അതനുസരിച്ചാണ് നമ്മൾ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം ബ്ലീഡിങ് തുടങ്ങി ഏകദേശം എത്രാമത്തെ ദിവസമൊക്കെ ആയിരിക്കും അത്? മനസ്സിലായി. 80%. അത് 9 ദിവസം എന്തായാലും നമ്മൾ ഈ മേറ്റ് ചെയ്യിക്കേണ്ടത്. ഇതൊന്നും ഇല്ലാത്ത ഒരു നാട്ടിൽ അതാണെങ്കിൽ ശരിക്കും നമ്മൾ 11ാമത്തെ ദിവസവും 13ാമത്തെ ദിവസമാണ് നമ്മൾ നോർമലി മേറ്റ് ചെയ്യിക്കുന്നെന്ന് പറയുന്നത്. ബ്ലീഡിങ് തുടങ്ങിയിട്ട് 11ാമത്തെ ദിവസവും 13ാമത്തെ ദിവസവും. ഇപ്പോഴേ അയാള് മെയിലിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. വാലൊക്കെ വളച്ച് ഇടക്കൂടെ ഷേക്കാൻ്റെ ഇപ്പൊ എല്ലാം ഓക്കെ ആയി കേട്ടോ. ആദ്യം വന്നപ്പോ ഇച്ചിരി ഒരു വെപ്രാളം ഉണ്ടായിരുന്നേലും ഇപ്പൊ ഓക്കെ ആയിട്ടിരിക്കുകയാണ്.
അപ്പൊ ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് നാളെയാണ്. നാളെ നമ്മൾ വിളിച്ചു നമുക്ക് PDF ആയിട്ട് അയച്ചു തരും അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ ഇവിടുത്തെ ഏകദേശം കഥകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. ഇവിടെ എന്തൊക്കെ സർവീസാ വേറെ ഉള്ളത്? നമ്മൾ മെയിൻ ആയിട്ടും ഈ ഷോപ്പിന്റെ ഫുഡ്സ് ആൻഡ് അക്സസറീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ട്രീറ്റ്മെന്റ് വെച്ച് നമുക്ക് സ്കാനിങ് ഫെസിലിറ്റി അങ്ങനത്തെ കുറച്ചും കൂടെ ടെക്നിക്സ് ഒന്നും പ്രൊസീജിയറുകൾ ഒരുപാട് ഡ്രിപ്പ് ഇടാനുള്ള സൗകര്യമുണ്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുള്ള സൗകര്യമുണ്ട്, പിന്നെ വാക്സിനേഷൻ, സാധാരണ മെഡിക്കൽ ട്രീറ്റ്മെന്റ്, അങ്ങനത്തെ സർജറി ഒഴികെയുള്ള സർജറി നമുക്ക് കാസ്ട്രേഷനും ഓയിച്ചിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി ടാറ്റ പറഞ്ഞിറങ്ങാം. ഡോക്ടറിനെ കണ്ടതിൽ വളരെ സന്തോഷം. ഡോക്ടർ നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നെ ഇതിനു മുമ്പ് ഒരു വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇന്ന് വിളിച്ചപ്പോഴാണ് ഡോക്ടറാണെന്നുള്ളത് മനസ്സിലായത്. ടാറ്റ പറ. ഹായ് പറ, ഡോക്ടറിന് ടാറ്റ പറ. ടാറ്റ പറ. ഹായ് പറഞ്ഞു നോക്ക്. ഹായ് പറഞ്ഞാണോ? ഹായ് പറഞ്ഞു നോക്ക്. ഹായ് പണങ്ങിയിരിക്കുക. ഹായ്. വേദനിപ്പിച്ചതുകൊണ്ട് ഹായ്. ഓക്കെ, ഗുഡ്. അല്ല, കമാൻഡൊക്കെ കേൾക്കുന്ന തന്നെ ഒരുവിധം ഓക്കെ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ മൊത്തം സ്ട്രെസ്സിലായിരിക്കും. നമുക്കെന്നാ പോവാം. ഓക്കെ, അപ്പം നമ്മുടെ ഈ വീഡിയോയിൽ അത്യാവശ്യം ഇൻഫർമേഷനൊക്കെ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ ബ്ലഡ് ടെസ്റ്റിങ് മാത്രമേ ഉള്ളെന്നായിരുന്നു. പക്ഷെ അത് മാത്രം വെച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നവരും കൂടെ ശ്രദ്ധിക്കുക. ബ്ലഡ് എടുത്ത് കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, വജൈനൽ ഫ്ലൂയിഡും കൂടെ വേണം. ഒരു ഡോക്ടറിന്റെ പ്രസൻസിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ചെയ്യുമ്പോൾ പരിചയമുള്ളവർക്ക് പറ്റുമായിരിക്കും. നമ്മളൊക്കെ ഇതിനകത്ത് പുതിയ ആൾക്കാരാണ്. ഇത് തന്നെ നമ്മളൊരു ഒരു ബിസിനസ് എന്നുള്ള രീതിയിലല്ല, ഇവർക്ക് ആവശ്യമാണല്ലോ മേറ്റിങ്. ആ ഒരു ഡൗട്ടും കൂടെ ആണെന്ന് ചോദിക്കട്ടെ. നമുക്ക് പലരും ഇങ്ങനെ കമന്റ് ഇട്ട് ചോദിക്കാറുണ്ട്, ഡോഗിനെ മേറ്റ് ചെയ്യിപ്പിക്കാതെ അങ്ങ് ലൈഫ് ടൈം വളർത്തുന്നതിനോട് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാല് ഇവർക്ക് നമ്മള് മേറ്റ് ചെയ്യിച്ചില്ലെങ്കിൽ ഇവർക്ക് എല്ലാ 6 മാസത്തിലൊരിക്കൽ ഇവർക്ക് ഈസ്ട്രസ് കാണിച്ചുകൊണ്ടിരിക്കും. അതായത് ബ്ലീഡിങ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഇവർക്ക് യൂട്രസിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് പയോമെട്ര എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പം ഇവർക്ക് ഈ കോർപ്പസ് ലൂട്ടിയത്തിന്റെ പ്രസൻസിലാണ്, ശരിക്കും ഡൈസ്റ്റൽ പീരീഡിലാണ് ശരിക്കും ഈ പയോമെട്ര എന്ന് പറയുന്ന ഒരു ഇത് വരുന്നത്. അതൊരു യൂട്രസിന്റെ ഇൻഫെക്ഷൻ ആണ് പയോമെട്ര. അത് ഈ മേറ്റ് ചെയ്യാത്ത ഡോഗ്സിന് മെയിൻ ആയിട്ടും വരുന്ന ഒരു അസുഖമാണ് പയോമെട്ര എന്ന് പറയുന്നത്. അത് ഇപ്പോഴല്ല വരുന്നത്, കുറച്ചുകൂടെ ഏജ്ഡ് ആകുമ്പം ഒരുപാട് കേസ് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരു 7-6 years ഓൾഡിൽ മേറ്റ് ചെയ്യാത്ത ഫീമെയിൽസിന് പയോമെട്ര യൂട്രൈൻ ഇൻഫെക്ഷൻ നല്ല ചാൻസ് ഉണ്ട്. പയോമെട്ര എന്ന് പറഞ്ഞാൽ പസ് ഇൻ ദ യൂട്രസ് ആണ് പയോമെട്ര എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ സിമ്പിൾ ആയിട്ട് ഇൻഫെക്ഷൻ. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഫീമെയിൽ ഡോഗിനെ പിന്നെ അവരുടെ ഒരു ലൈഫിന്റെ പാർട്ടാണ് ഈ പറഞ്ഞ മേറ്റിംഗ് എന്നുള്ളത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ ഒഴിവാക്കാമെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്ത് കളയാം. OHE ചെയ്ത് കഴിഞ്ഞ ഡോഗിനെ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. വല്ലപ്പോഴും ഒക്കെ 2 വർഷമൊക്കെ കൂടുമ്പോഴൊന്നും മേറ്റ് ചെയ്ത് പ്രഗ്നന്റ് ആവണം. മേറ്റിംഗ് മാത്രമല്ല, പ്രഗ്നൻസി കൺസീവ് ആവണം. പ്രഗ്നന്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് സോൾവ് ചെയ്യുക, എന്നാൽ മാത്രമേ ഒരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ചോദിക്കണം. മെയിൽ ഡോഗിനെ മേറ്റ് ചെയ്യിപ്പിക്കാതെ വളർത്തുന്നതിനോട് എന്തുവാണ് അഭിപ്രായം? മിക്ക മെയിൽ ഡോഗ്സിനെ വളർത്തുന്നവരും കാസ്ട്രേറ്റ് ചെയ്യാറുണ്ട്. ചെയ്യാതെ മേറ്റ് ചെയ്യിപ്പിക്കാതെ വളർത്തുന്നത് അതില് വലിയ കുഴപ്പം ഞാൻ ഇതുവരെ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടില്ല. എന്നാലും ഒരു ക്രൂരത ആയിരിക്കും. അവർക്കും ഉണ്ടല്ലോ, ബേസിക് നീഡ്സിൽ വരുന്നതാണല്ലോ ഇതൊക്കെ. ആഹാരവും നമ്മൾ ഫുഡും എക്സർസൈസും കൊടുക്കുന്ന പോലെ തന്നെ ഇതൊരു നീഡാണ്. എക്സർസൈസും അതേപോലെ സ്റ്റഡ് മെയിൽസ് ആയിട്ടൊക്കെ വളർത്തുന്നവര് പറഞ്ഞ അവർക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റഡ് മെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് വിത്ത് കാള എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു ഡോഗിന്റെ ഇടയിലുള്ള സംവിധാനമാണല്ലോ. ഇയാളെ അതേപോലെ എവിടെയെങ്കിലും കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, അത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമ്മൾ വീഡിയോ എൻഡ് ചെയ്യുവാണ് കേട്ടോ. ഡോക്ടറിന് എന്തായാലും ഭയങ്കര സന്തോഷം. നമുക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം 3/4 മണിക്കൂറോളമായി. ഇത്രയും നേരം ടെസയുടെ ആ വെപ്രാളമൊക്കെ നോക്കി കണ്ടോണ്ട് നിന്നു. ഒരുപാട് ക്ഷമ കാണിച്ചു. വലിയ സന്തോഷം. എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വീണ്ടും ഇവിടെ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.